നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പ്രസവിച്ചേ പറ്റൂ. ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം? എയിംസിൽ പോയി പ്രസവിക്കണം. നിങ്ങളുടെ പെരിനാറ്റൽ സൈക്കോസിൻ്റെ ചികിത്സ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും. നിങ്ങളുടെ പ്രസവിക്കുന്ന കുഞ്ഞിന് സർക്കാർ ദത്ത് കൊടുക്കും. സുഭാഷ് ഇടപെട്ട ആ കേസിനെ കുറിച്ച് തന്നെ ഫൗസിയ പറഞ്ഞപ്പോൾ അത്തരം കേസുകൾ പോലും നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴും ഈ ഒരു കേസിനകത്ത് മാത്രം പലപ്പോഴും ഒരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ അതിനൊരു ചവിട്ടുപടിയാണ്. അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടിയ ഒരു കേസ് ആകേണ്ടതായിരുന്നു. സുഭാഷ് ആ ലേഡിയെ കണ്ടിരുന്നു, അയക്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ആളെ കണ്ടിരുന്നു. അവർ വളരെ നിരാശയോടുകൂടിയാണ് അന്ന് സുപ്രീം കോടതിയുടെ ആ അകത്തളങ്ങളിൽ നിന്ന് അവർ മടങ്ങിപ്പോയത്. പെരിനാറ്റൽ സൈക്കോസിസ് അവർക്ക് രണ്ടാമത്തെ പ്രസവത്തിൽ വന്നിരുന്നു. അവർക്ക് മൂന്നാമത് അവർ ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ല. കാരണം ലാക്ടറൽ അമേനോറിയ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഇതുണ്ട്. അതായത് നമ്മൾ മുലയൂട്ടുന്ന സമയത്ത് ഈ മെൻസ്ട്രൽ പീരീഡ് ആയിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് ഗർഭിണിയാണെന്ന് അറിയില്ല. അപ്പോൾ അവർ ഗർഭിണിയാണെന്ന് അറിയാതെ ഏകദേശം 24 ആഴ്ച ആകുന്ന സമയത്താണ് ഗർഭിണിയാണെന്ന് അറിയുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ആക്ടുകൾ പ്രകാരം, അതായത് ഈ അബോർഷൻ ആക്ട് പ്രകാരം അവർക്ക് കോടതിയെ സമീപിക്കാനേ പറ്റുണ്ടായിരുന്നുള്ളൂ. ആശുപത്രികൾ സംബന്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പോൾ ആദ്യത്തെ ദിവസം, കഴിഞ്ഞ വർഷമാണ് സംഭവിച്ചത്, ആദ്യത്തെ ദിവസം അവർക്ക് ഹിമ ആൻഡ് നാഗരത്നയുടെ ബെഞ്ചിലാണ് അവർ വന്നത്. ഹിമ ആൻഡ് നാഗരത്ന അവർക്ക് ഇവരുടെ പെരിനാറ്റൽ സൈക്കോസിസ് എന്ന അവസ്ഥയും ഇവർക്ക് മൂന്നാമതൊരു കുഞ്ഞിനെ താങ്ങാൻ കഴിയില്ല, ഇവരുടെ മാനസികാരോഗ്യം വെച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എയിംസിൽ പോയിട്ട് തന്നെ ഗർഭചിത്രത്തിന് അയക്കുകയാണ് ചെയ്തത്. ഗർഭചിത്രത്തിന് അയച്ച് ഒരു സെപ്റ്റംബർ 9-ന്, പക്ഷേ ഒക്ടോബർ 9-ന്. പക്ഷേ ഒക്ടോബർ 10-ന് എയിംസ് പരിശോധിച്ച ഡോക്ടർമാരിൽ ഒരാൾ വളരെ രഹസ്യമായിട്ട് സുപ്രീം കോടതിയിലേക്ക് മെയിൽ ചെയ്യാണ്. ഈ കുട്ടിക്ക് 889 ഗ്രാം ഫെറ്റിലുണ്ട്, അത് ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ വന്നാൽ ഞങ്ങൾ എന്തു ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത് വീണ്ടും ആ ബെഞ്ച് പരിശോധിക്കാൻ പറയുകയാണ് സുപ്രീം കോടതി. ആ ബെഞ്ച് പരിശോധിച്ചപ്പോൾ അതിൽ ഹിമ എന്ന് പറഞ്ഞ, നേരത്തെ സുഭാഷ് സൂചിപ്പിച്ച അവരൊരു വ്യത്യസ്തമായ വേർഡിക്റ്റ് ഉണ്ടാവുകയാണ്. അതായത് രണ്ടുപേർക്കും കോൺഫ്ലിക്റ്റ് വേർഡിക്റ്റ് ഉണ്ടാവുകയാണ്. രണ്ടുപേരും സ്ത്രീകളാണ്. ഹിമ പറഞ്ഞു, ഒരു കുഞ്ഞിനെ കൊല്ലാൻ ഏത് നിയമമാണ് കൂട്ടുനിൽക്കുക, അല്ലെങ്കിൽ ഏത് നീതിന്യായത്തിന് പറ്റുമെന്നുള്ളൊരു വിധി പറഞ്ഞുകൊണ്ട് അവരത് അവസാനിപ്പിച്ചു. പക്ഷേ അതേസമയം വളരെ നാഗരത്ന എന്ന് പറഞ്ഞ ജഡ്ജ് അവർ വളരെ സ്ത്രീപക്ഷ നിലപാടുകൾ, ആധുനികമായ നിലപാടുകൾ, അവരുടെ മാനസികാരോഗ്യത്തിന് പ്രത്യേക പരിഗണന നൽകണം, ജീവിച്ചിരിക്കുന്ന സ്ത്രീക്കാണ് മൗലികാവകാശങ്ങളെന്നും അവരുടെ പിറക്കാനിരിക്കുന്ന കുട്ടിക്കല്ലെന്നും പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനോട് യോജിക്കില്ല എന്നുള്ള വിഭിന്ന വിധി എഴുതി. അത് പിന്നീട് ഈ പറഞ്ഞ ഐശ്വര്യ ഭാട്ടിയ എന്നുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ മുഖേന സുപ്രീം കോടതിയുടെ JY ചന്ദ്രചൂഡ് എന്നുള്ള ചീഫ് ജഡ്ജിൻ്റെ മുമ്പിൽ വരികയാണ്. അദ്ദേഹം പുരോഗമനമേ അല്ലാതെ, അതായത് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഈ അബോർഷൻ ആക്ടുമായി ബന്ധപ്പെട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിധിയിലൂടെ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പ്രസവിച്ചേ പറ്റൂ. ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം? എയിംസിൽ പോയി പ്രസവിക്കണം. നിങ്ങളുടെ പെരിനാറ്റൽ സൈക്കോസിൻ്റെ ചികിത്സ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും. നിങ്ങളുടെ പ്രസവിക്കുന്ന കുഞ്ഞിന് സർക്കാർ ദത്ത് കൊടുക്കും. അതാണ് ആ വിധിയിൽ പറഞ്ഞത്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ വിധി. അവർ പ്രസവിക്കേണ്ടി വന്നു. ആ സ്ത്രീയോട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊരു വല്ലാത്ത ദുർവിധി എന്നേ പറയാനുള്ളൂ. കാരണം ഒരാൾ ഭ്രാന്തി പിടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പ്രസവിച്ചെന്ന് പറയുന്നത് ആരാണ് പറയുന്നത്? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഇനി എവിടെ നിന്ന് നീതി കിട്ടും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്.